ഇങ്ങനെ ചുമ്മാ കിടന്നാ നിനക്ക് ബോറടിക്കത്തില്ലേ? ബോറടിച്ചാ ഞാൻ തിരിച്ചടിക്കും. ചിന്തി വരാ മോൻ. പിന്നെ അടിച്ചാ കേറി കിടന്നുറങ്ങിക്കളയും. അപ്പൊ ഒന്നും അറിയില്ലല്ലോ. പിന്നെ അച്ഛാ, ഞാൻ ഇന്നലെ മെസ്സിയെ സ്വപ്നം കണ്ടു. ആ, മെസ്സിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തെ. ആ തെക്കേടത്തെ ലിസിയുടെ പശുവിനെ നീ കണ്ടിട്ടുണ്ടോ? അതുപോലൊന്ന് നമുക്കും മേടിക്കണം. കവറുപാല് കുടിച്ച് മടുത്തടാ. നാളെ മുതൽ കവറുപാൽ ഔട്ട്, കറവുപാൽ ഇൻ. ആ, നീ ആ കാലിച്ചന്തയിലോട്ട് പോയി ലക്ഷണമൊത്തൊരു നല്ല പശുവിനെ മേടിച്ചോണ്ട് വാ. അവിടെയുള്ളൊരു മൈക്കിളിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പോത്തു മൈക്കിളെന്ന് ചോദിച്ചാ ആരും പറഞ്ഞു തരും. നല്ല പശു എന്ന് എങ്ങനെ മനസ്സിലാക്കും? ആ, ലക്ഷണങ്ങൾ ഞാനിപ്പോ പറഞ്ഞുതരാം. കറുത്ത നിറം, നല്ല തടി, നല്ല ഉയരം, നല്ല ഘടാഘടിയൻ, വാല് നിലത്തു തൊടണം, നിറഞ്ഞ അകിടായിരിക്കണം. ഇതെല്ലാം ഒത്തൊരു പശുവിനെ കിട്ടും അച്ഛാ? ആ, ഇതിലൊന്നോ രണ്ടോ കുറഞ്ഞാലൊന്നും പ്രശ്നമില്ല. എല്ലാം ഒത്തുകിട്ടാനും പാടാ. ഇത് പശുവോ അതോ പോത്തോ? സംശയം എന്താ? ഇത് പശുവാ. അതല്ല, ഞാൻ ചേട്ടന്റെ കാര്യമാ ചോദിച്ചത്. അല്ല ചേട്ടാ, ചേട്ടനാണോ ഈ തോക്ക് കൈമൾ? തോക്ക് കൈമളല്ല, പോത്തു മൈക്കിൾ. ആ അതന്നെ, അത് ചേട്ടനാണോ? ആ, തോമസിന്റെ മോനല്ലേ? പശുവിനെ വേണോ അല്ലേ? ആ, ശരി, നോക്കിക്കോ. ഇത് കൊള്ളാമല്ലോ ചേട്ടാ. ഇത് പെയിന്റ് അടിച്ചതൊന്നല്ലോ? ഇത് നല്ല ഒന്നാം തരം ജേഴ്സിയാ. ജേഴ്സി ഇട്ടതാണല്ലേ? ഞാൻ കരുതി ഒറിജിനൽ കളറാണെന്ന്. കറുത്ത നിറം, നല്ല പൊക്കം, തടി, അതുണ്ട്. അത് ഓക്കെ. അത് പിന്നെ സാരില്ല ചേട്ടാ, ഇത് മതി. മോനെ, കയറ്. പശുവിന്റെ പുറത്തൊന്നും ഞാൻ കയറില്ല. അതല്ലടാ, കയറ് കയറ്, ദാ കയറ്. എവിടുന്ന് കിട്ടി ഈ പഴയ പശുവിനെ? ഇത് പഴയതാണെന്ന് ആര് പറഞ്ഞു? ഇപ്പം വാങ്ങിയ പുത്തൻ പശുവാ. അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എത്തിയോ മിടുക്കൻ? കൊള്ളാമല്ലോടാ. കറുത്ത പുള്ളി, നല്ല ഉയരം, തടി, വാലാണെങ്കിൽ നിലത്തു മുട്ടുന്നു. അയ്യോ, ചതിച്ചോ കർത്താവേ. എടാ, ഈ സാധനത്തിന് അകിടില്ല. ബാക്കിയെല്ലാം ലക്ഷണം ഉണ്ടല്ലോ, പിന്നെ എല്ലാം ഒത്തുകിട്ടാൻ പാടാ. മോനെ, ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? എന്തു കാര്യമാ? ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട് ഏതാ? പ്രസിഡന്റിന്റെ വീട് എനിക്കറിയാം, പക്ഷെ എന്റെ രണ്ടു കയ്യിലും സഞ്ചിയാണല്ലോ. അത് കുഴപ്പമില്ല, വീട് എവിടെയാണെന്ന് പറഞ്ഞാ മതി. പക്ഷെ ഈ സഞ്ചി ഞാൻ എന്തു ചെയ്യും? കണ്ടില്ലേ, രണ്ടു കയ്യിലും സഞ്ചിയാ. പ്രസിഡന്റിന്റെ വീട് ഈ സഞ്ചിക്കകത്താണോടാ? ചെക്ക, നീ എന്താ മനുഷ്യനെ കളിയാക്കുക? അയ്യോ, കളിയാക്കിയതല്ല അമ്മാവാ. കയ്യിൽ സഞ്ചി ഉള്ളത് കൊണ്ടല്ലേ എനിക്ക് വിശദമായി പറയാൻ വയ്യാത്തത്. ഒന്ന് പറയടാ മോനെ, എവിടെയാ പ്രസിഡന്റിന്റെ വീട്? അമ്മാവന് ഈ സഞ്ചിയും ഒന്ന് പിടിച്ചേ. ദാ, സഞ്ചിയും പിടിച്ചു. ഇനി കേട്ടോളൂ, പ്രസിഡന്റിന്റെ വീട് ആ കാണുന്നതാ. ഒരു കൈ ചൂണ്ടുന്നതിനാണോ ഇത്രയും പെടാപ്പാട്? 1 കിലോ ആപ്പിളിന് എന്താ വില? 100 രൂപ. 100 രൂപയോ? 1 കിലോ ആപ്പിളിനോ? കഴിഞ്ഞ ആഴ്ച 50 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. 1 കിലോയ്ക്കോ? അല്ല, 1/2 കിലോക്ക്. അരയായാലും കിലോ തന്നെ അല്ലേ? വേണമെങ്കിൽ വാങ്ങിട്ട് പോ. പിന്നെ തന്റെ അടുത്തുനിന്ന് എന്റെ പട്ടി വാങ്ങും. മുടിഞ്ഞ വിലയാ തന്റെ ആപ്പിളിന്. രാവിലെ തന്നെ കടയുടെ മുമ്പിൽ വന്ന് അനാവശ്യം പറയരുത്. അപ്പൊ വൈകിട്ട് വന്ന് അനാവശ്യം പറഞ്ഞാ പ്രശ്നമില്ലല്ലോ. ഒന്ന് പോടാ ചെക്ക. കുറച്ച് ആപ്പിള് കൊണ്ടുവന്ന് നാട്ടിലില്ലാത്ത വിലക്ക് വിൽക്കാനിരിക്കുന്നു. നാണമില്ലാത്തവൻ. എന്തു പറഞ്ഞടാ? നാട്ടിലില്ലാത്ത വിലയോ? എല്ലായിടത്തും ആപ്പിളിന് 100 രൂപ തന്നെയാ വില. കാശ്മീരിലും 100 രൂപയാ. പോയെ ഒന്ന് പോയെ. ഇതെന്തൊരു തട്ടിപ്പുകാരനാ എന്റെ ദൈവമേ. അപ്പുറത്തെ കടയിൽ കിലോക്ക് 20 രൂപയേ ഉള്ളൂ. ഇവിടെ ആപ്പിളിന് കിലോക്ക് 100 രൂപ. എടാ, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. കൊന്നാലും ഞാൻ തന്റെ കയ്യിൽ നിന്ന് ആപ്പിള് മേടിക്കില്ല. എന്താ ഇവിടെ ഒരു പ്രശ്നം? സാറേ, ഇവിടെ ആപ്പിളിന് ഭയങ്കര വില കൂടുതല്. അപ്പുറത്ത് 20 രൂപയേ ഉള്ളൂ. എടാ തട്ടിപ്പുകാരാ,
നീ എന്നെയും പറ്റിച്ചല്ലേ? എടുക്കടാ ബാക്കി 50 രൂപ. ഇന്ന് കാലത്ത് തന്ന 100 രൂപയെന്ന് ബാക്കി 50 തരാൻ. അത് പിന്നെ ചേട്ടാ, ഇവൻ കള്ളം പറയാ. അല്ല ചേട്ടാ, സത്യമാ. അവിടെ 20 രൂപയേ ഉള്ളൂ. മോനെ, ഏത് കടയിലാ 20 രൂപയ്ക്ക് 1 കിലോ ആപ്പിൾ കിട്ടുന്നത്? അയ്യോ, അവിടെ കിലോക്ക് 20 എന്ന് പറഞ്ഞത് ആപ്പിളിനല്ല, തക്കാളിക്കാ.